ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത വെച്ചാൽ ഭയങ്കര ലോങ് വീഡിയോ എന്നല്ല കേട്ടോ, ഒരു കുട്ടി വ്ളോഗാണ് ഉദ്ദേശിക്കുന്നത്. മൺഡേ ടു ഫ്രൈഡേ എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര ബിസി ആയിട്ടുള്ള ഡേയ്സ് ആയിരിക്കും. നമ്മൾ വീക്കെൻഡൊക്കെ ആയിരിക്കും മിക്കവാറും ചില്ല് ചെയ്യാം. അപ്പോൾ സാധാരണ മൺഡേ ടു ഫ്രൈഡേ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ വീട്ടിൽ തന്നെ ഇത് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ഒക്കെ ആവില്ലേ. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാൻ ഏതെങ്കിലുമൊക്കെ ദിവസങ്ങളിൽ അടുത്ത ഏതെങ്കിലും കഫേസോ മിക്കവാറും ടിം ഹോട്ടൻസ് ഒക്കെ തന്നെയായിരിക്കും ലാപ്ടോപ്പ് കൊണ്ടുപോയിട്ട് അവിടെ പോയിരുന്ന് വർക്ക് ചെയ്യാറുണ്ട്. അങ്ങനെയാണെങ്കിൽ തലേ ദിവസം പ്ലാൻ ചെയ്യും. പക്ഷെ ഇന്നലെ ഞാൻ ഭയങ്കര മടിയായിരുന്നു. ഇന്ന് പോകണ്ടെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ പോകുന്ന ദിവസം സാധാരണ നിമ്പി ഓഫീസിൽ പോകുമ്പം കാറിൽ എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്യാറുണ്ട്. ഏത് സ്പോട്ടാന്ന് വെച്ചാൽ അവിടെ ഡ്രോപ്പ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് നിമ്പി ഓഫീസിൽ പോയി ഓൾറെഡി. ഞാൻ ഒട്ടും പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല. അപ്പോഴാണ് കുറച്ച് മുമ്പ് ഞാൻ ആലോചിച്ചത്, ഇന്നെന്നാ ടിമ്മിലൊക്കെ പോയിട്ടിരുന്ന് വർക്ക് ചെയ്താലോ എന്ന് ആലോചിച്ചത്. അപ്പം നിമ്പി ഓൾറെഡി ഓഫീസിൽ പോയി. അപ്പോഴാണ് വേറൊരു ഐഡിയ ആലോചിച്ചത്. നിങ്ങൾക്ക് ഇവിടെ മിക്കവർക്കും ഇവിടുത്തെ ട്രാൻസിറ്റ് എങ്ങനെയാണെന്നോ, സീ ട്രെയിൻ എങ്ങനെയാണ് പോകുന്നതെന്നോ അങ്ങനെ ഒരു ഐഡിയയും കൂടെ തരാൻ, ഒരു ഇൻഫോർമേഷൻ കൂടെ ഷെയർ ചെയ്യാനെ കൂടെ ഈ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാവർക്കും ഉപയോഗമായിരിക്കും, കാണാത്തവർ കാണാനും പറ്റുന്നൊരു യൂസ്ഫുൾ വീഡിയോ ആയിരിക്കും. അങ്ങനെ ഒരു സോളോ ഡേറ്റ് എന്നൊക്കെ പറയുന്നത്തെ വീഡിയോയ്ക്ക്. അപ്പം ഞാൻ ഇനി റെഡിയായി എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരായിരിക്കും. കാനഡയിലെ ബസ് സിസ്റ്റം എങ്ങനെയാണ്, സീ ട്രെയിൻ എങ്ങനെയാണ്. പിന്നെ ഇന്ന് ഒറ്റയ്ക്ക് ഇതൊക്കെ പോവാണ്. ഞാൻ കുറച്ച് നാളായിട്ട് ഇവിടെ നിന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. നിമ്പി ഓഫീസിൽ പോയി ഒറ്റയ്ക്ക് ഇങ്ങനെയൊക്കെ ട്രാവൽ ചെയ്ത് പോവാറുണ്ട്. ഏതെങ്കിലും സ്പോട്ടൊക്കെ ഉണ്ട്, അങ്ങനെ പോവാറുണ്ട്. അങ്ങനെ പഠിച്ച കാര്യങ്ങൾ നിങ്ങളെയും കാണിച്ചു തരാം. അപ്പം വെൽക്കം അഗെയിൻ ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ നിമ്പിയുടെ ഓഫീസിനടുത്തുള്ള ടിം ഹോട്ടൻസിൽ പോകാമെന്ന് വിചാരിക്കാം കേട്ടോ. അതാകുമ്പം നിമ്പിക്ക് എന്നെ പിക്ക് ചെയ്യാൻ വരാനും എളുപ്പമായിരിക്കുമല്ലോ. അവിടെയായിട്ടാണ് മിക്കവാറും പോവാറ്. ഇതാട്ടോ നമ്മുടെ ബസ് സ്റ്റോപ്പ്. കണ്ടോ, നല്ല മഞ്ഞൊക്കെ ആയിട്ട് നല്ല ഇവിടെ ഫ്ലവേഴ്സോ ലീഫോ ഒന്നുമില്ല. ബസ് വന്നു. ഗൂഗിൾ മാപ്പിലെ കറക്റ്റ് ടൈമിലാട്ടോ ബസ് വരുന്നത്. ടിക്കറ്റ് സ്കാൻ ചെയ്യാനൊക്കെ ഇവിടെയാണ് നമ്മൾ സ്കാൻ ചെയ്യുക ബസ് കയറിയാൽ. കാനഡയിൽ വരുന്ന ന്യൂ കമേഴ്സിന് എപ്പോഴും ഡൗട്ട് ഉണ്ടാവും, എങ്ങനെയാണ് കാൽഗറിയിൽ ബസ്സിൽ ട്രാവൽ ചെയ്യുക, എങ്ങനെയാണ് സീ ട്രെയിനിൽ ട്രാവൽ ചെയ്യുക, എങ്ങനെയാണ് അതിൻ്റെ പാസ്സൊക്കെ എടുക്കുക, ടിക്കറ്റ് എടുക്കുക എന്നൊക്കെ ഉള്ളത്. ആദ്യമായിട്ട് നമ്മൾ കാൽഗറി ട്രാൻസിറ്റ് മൈഫെയർ എന്നൊരു ആപ്പ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം. ഇപ്പോൾ ഏത് ലൊക്കേഷനാണ് നമ്മൾ പോകേണ്ടത് എന്നുള്ളത് ഗൂഗിൾ മാപ്പിൽ നോക്കുക. അതിൽ നമുക്ക് ഏത് ബസ്സിൽ ഏത് ടൈമിൽ നമ്മൾ ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കണം, ഏത് സീ ട്രെയിൻ കണക്ട് എടുക്കണം എന്നൊക്കെ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ടൈമിൽ കണ്ടോ, ഇത് നമ്മുടെ മെട്രോ പോലെ, നാട്ടിലെ മെട്രോ പോലെയൊക്കെ കറക്റ്റ് ഏതൊക്കെ സ്റ്റോപ്പൊക്കെ ഉണ്ട്, കറക്റ്റായിട്ട് ഇപ്പോൾ ഏത് സ്റ്റോപ്പിലാണ് നിൽക്കുന്നതെന്നൊക്കെ അവിടെ തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ആപ്പിൽ കൂടെ എടുക്കുന്ന ടിക്കറ്റ്സ് 90 മിനിറ്റ്സ് വാലിഡ് ആയിരിക്കും. നമ്മൾ 90 മിനിറ്റ്സ് എക്സീഡ് ചെയ്ത് നമ്മൾ വേറെ ടിക്കറ്റ് എടുക്കേണ്ടി വരും. അങ്ങനെയാണ്. ഇതിനിപ്പം ബസ്സും കയറി സീ ട്രെയിനിൽ ഇറങ്ങിയിട്ട് സീ ട്രെയിനിൻ്റെ സ്റ്റോപ്പിലെത്തി. അപ്പം ഇനി ഗൂഗിൾ മാപ്പ് ചെക്ക് ചെയ്തിട്ട് ഇനി ഒരു ബസ്സും കൂടെ എനിക്ക് പോകാനുണ്ട് ടിമ്മിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ സീ ട്രെയിനിൻ്റെ സ്റ്റോപ്പിൽ നിന്ന് അടുത്ത് തന്നെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ ആ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ടിക്കറ്റ് ബൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ടിക്കറ്റ് ബൈ ചെയ്ത ടിക്കറ്റ്സ് 7 days ഉണ്ട്. പക്ഷെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്താലാണ് 90 മിനിറ്റ്സ് എക്സ്പയർ ആവുന്നത്. അപ്പം നമ്മൾ എപ്പോഴും കയറുന്ന ജസ്റ്റ് മുമ്പേ അത് ആക്ടിവേറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. ഒരു 15 മിനിറ്റ്സ് കൂടെ എടുക്കും. അപ്പം ഞാൻ ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാനുണ്ട്. ഫൈനലി ടിമ്മിലെത്തി. ടിമ്മും വെൻഡീസും കൂടെ ഉള്ള സ്റ്റോറാണ്. ഇവിടെയുള്ള മിക്കവർക്കും ഇപ്പോൾ പരിചയമുണ്ട്. ഞാൻ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇവിടെ വരുന്നതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ മുഖമൊക്കെ കണ്ട് പരിചയമുണ്ട്. ഇതെൻ്റെ ഫേവറേറ്റ് ബ്രൗണി ഫിൽഡ് റിംഗ് ആട്ടോ. താങ്ക് യു. ഈ ടീമിൽ എൻ്റെ ഒരു സ്ഥിരം ഇരിക്കുന്നൊരു പ്ലേസ് ആയിരിക്കും കേട്ടോ. എന്താണെന്ന് അറിയില്ല, എപ്പോൾ പോയാലും ഈ പ്ലേസ് കാലിയായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ലാപ്ടോപ്പ് കണ്ടുവന്ന് ഈ പ്ലേസിൽ നല്ല രസമാണ്. വിൻഡോ ഒക്കെ കണ്ടുകൊണ്ടിങ്ങനെ ഇരുന്ന് വർക്കൊക്കെ ചെയ്യാം. ചില സമയത്ത് ഞാനിങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കഴിച്ച്, എൻ്റെ ഫേവറേറ്റ് ഫുഡാണ് ഫ്രഞ്ച് ഫ്രൈസ്. അതൊക്കെ കഴിച്ച് വെളിയിലൊക്കെ നോക്കിയിരിക്കും. വർക്ക് ചില സൈഡിൽ കൂടെ ഒക്കെ നടക്കും. അങ്ങനെയൊക്കെ ഇവിടെ വന്നിരുന്ന് വർക്ക് ചെയ്യാറുണ്ട്. എപ്പോഴും നമ്മൾ വീട്ടിനകത്ത് തന്നെ ഇരുന്ന് വർക്ക് ചെയ്യാനാണെങ്കിൽ എന്ത് ചെയ്യാനാണെങ്കിലും വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു സമയം കണ്ടെത്തുന്നത് ഭയങ്കര ഡിഫറൻസ് വരുത്താറുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ വന്ന് വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് തോന്നാറുണ്ട്. ഞാൻ ചെയ്യുന്ന വർക്ക് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഞാനിങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ ഇനി കണ്ടുപിടിക്കും. മിക്കവാറും ടീംസൊക്കെ തന്നെ ആയിരിക്കും. എന്തെങ്കിലും കഫേ കണ്ടുപിടിക്കും. അങ്ങനെ നമുക്കൊരു ചേഞ്ച് വരുത്തും. എല്ലാവർക്കും നല്ലതായിരിക്കും.
അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നമ്മുടെ വർക്ക് കുറച്ചും കൂടി ഈസി ആവുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. റോഡ് ക്രോസ് ചെയ്യാൻ എല്ലാവർക്കും ഇവിടെ ഡൗട്ട് ഉണ്ടാവും. കാരണം ഇവിടെ ഒരു സ്വിച്ച് ഉണ്ടാവും, നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ. സ്വിച്ച് പ്രസ് ചെയ്താൽ മതി നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ. ഇങ്ങനെ സ്റ്റില്ലായിട്ടുള്ള ഹാൻഡ് വന്നാൽ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റില്ല. അത് പക്ഷം ഇങ്ങനെ പെഡസ്ട്രിയൻ വാക്കിംഗ് സിഗ്നൽ വന്നിട്ടുണ്ടെങ്കിൽ, സിമ്പിൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാം. പിന്നെ ബ്ലിങ്കിങ് ആയിട്ടുള്ള ഹാൻഡ് വന്നാൽ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാം. നല്ല തണുപ്പൊക്കെ വന്നു തുടങ്ങി കേട്ടോ. ഞാനിങ്ങനെ ഇവിടെ നടക്കും കുറച്ച് ലഞ്ച് കഴിഞ്ഞിട്ട്. ഇങ്ങനെ എവിടെ പോകണമെന്ന് കൺഫ്യൂഷൻ ഇങ്ങനെ നടക്കുന്നത് നല്ല രസമായിട്ട്. പക്ഷെ ഇത് ഇങ്ങനെ കുറേ നേരം നടന്ന് ഞാൻ ടിമ്മിൽ അവിടെ വന്ന് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ടിമ്മിൽ നിന്ന് എല്ലാവരും ലഞ്ച് ടൈമൊക്കെ ആകുമ്പോൾ ചില ദിവസം ഞാൻ ലഞ്ച് വീട്ടിൽ നിന്ന് കൊണ്ടുവരും. അങ്ങനത്തെ ദിവസം രാവിലെ ടിമ്മി വന്നിരിക്കും, അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കും. പിന്നെ ഉച്ചയ്ക്ക് ഒരു 1 മണി 1:30 ആകുമ്പോഴത്തേക്ക് പതുക്കെ ടിമ്മിന്ന് എണീച്ചിട്ട് ടിമ്മിൻ്റെ അടുത്ത് തന്നെ ഐക്യുണ്ട്. ഐക്യയിൽ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അവിടെ മൈക്രോവേവ് ഉണ്ട്. അപ്പോൾ നമുക്ക് കൊണ്ടുവന്ന ഫുഡ്, പുറത്തുനിന്ന് കൊണ്ടുവന്ന ഫുഡ് ചിലർക്ക് അറിയില്ലായിരിക്കും. ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ എന്ന് വെച്ചിട്ടൊരു ഇൻഫർമേഷൻ കൂടെ ആട്ടോ. നമുക്ക് പുറത്തുനിന്ന് കൊണ്ടുവന്ന ഫുഡ് ഐക്യയിൽ മൈക്രോവേവ് നമുക്ക് ചൂടാക്കാൻ പറ്റും. അത് ഞാൻ ഫസ്റ്റ് അവിടെ മൈക്രോവേവ് കണ്ടപ്പോൾ ഞാൻ അവിടെയുള്ള സ്റ്റാഫായിട്ട് കൺഫേം ചെയ്തൊരു കാര്യമാണ്, നമുക്ക് പുറത്തുനിന്നുള്ള ഫുഡ് ചൂടാക്കാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ അത് പറ്റും. ആകെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മൈക്രോവേവ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ എന്തെങ്കിലും നമ്മുടെ ഫുഡ് കൊണ്ടുവന്നതിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കിയാൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് അവിടെ നിന്ന് ഫുഡൊക്കെ ചൂടാക്കി അവിടുത്തെ നമുക്ക് വർക്ക് ചെയ്യാനൊരു സ്പേസ് ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് വർക്ക് ചെയ്യാം, ചാർജ് ചെയ്യാം, മീറ്റിംഗ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യാം, പുറത്തുനിന്ന് ഫുഡ് കൊണ്ട് ചൂടാക്കാം. അങ്ങനെ കുറേ ഗുണമുണ്ട് ഐക്യയിൽ ഫുഡ് ഇഷ്ടമുള്ളവർക്ക് അവിടെ ഐക്യയിൽ ഫുഡ് കഴിക്കുകയും ചെയ്യാം. ഞാൻ ചില ദിവസങ്ങളിൽ ഐക്യയിൽ ഫുഡ് കഴിക്കാറുണ്ട്. ചില ദിവസം ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരും. അത് ചൂടാക്കാൻ അവിടെ ഉള്ളതുകൊണ്ട് ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ അവിടെ പോയിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്തിട്ട് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ഫുഡ് അടുത്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിക്കും. അങ്ങനെയൊക്കെയാണ്. ഇപ്പം ഐക്യയിൽ ആ ഒരു ഫെസിലിറ്റി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അത് കുറേ പേർക്ക് യൂസ്ഫുൾ ആവും, പലർക്കും അത് അറിയില്ലായിരിക്കും. മൈക്രോവേവ് കണ്ടിട്ടുണ്ടെങ്കിലും ആരും അതിൻ്റെ യൂസേജ് ആരും ചെക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അത് നല്ലൊരു യൂസ്ഫുൾ ആണ്. പിന്നെ ഐക്യയിൽ വെറുതെ ഒരു വിൻഡോ ഷോപ്പിങ്ങിനായിട്ട് നല്ല ട്രാഫിക്കൊക്കെ ഉണ്ട് കേട്ടോ, സൗണ്ട്. അപ്പോൾ ഐക്യയിൽ എനിക്ക് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഐക്യ ഇങ്ങനെ വെറുതെ ആണെങ്കിലും കാണുക എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ മേടിക്കുകയും ചെയ്യും. ഐക്യയിൽ നടക്കാൻ മിക്കവർക്കും ഇഷ്ടമായിരിക്കും ഐക്യയിൽ നടക്കാൻ വേണ്ടിയിട്ട്. ഐക്യയിൽ ഫുഡ് ഇഷ്ടമുള്ളവരുണ്ടാവും. എനിക്ക് പേഴ്സണലി ഐക്യയിൽ ഫുഡ് കുഴപ്പമില്ല, ഞാൻ കഴിക്കും. അത് ചീസ് കേക്ക് ഓഫ്കോഴ്സ് എല്ലാവരും പോലെ എനിക്ക് അവിടെ ചീസ് കേക്ക് ഇഷ്ടമാണ്. ഞാൻ പക്ഷെ ഐക്യയിൽ ഫുഡ് അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല. എനിക്ക് പൊതുവേ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കും എനിക്ക് ഐക്യയിൽ ഫുഡ്. മീറ്റ് ബോൾസ് ഒന്നും എനിക്ക് അത്ര ഇഷ്ടമുണ്ടായിട്ടില്ല. പക്ഷെ ചീസ് കേക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഐക്യയിലോട്ട് കയറിയാലോ എന്ന് ആലോചിക്കുകയാണ്. ഞാൻ പറഞ്ഞ മൈക്രോവേവ് കാണിച്ചു തരാം. ഇതാട്ടോ മൈക്രോവേവ്. യെസ്, ഇതിലാണ് ഞാൻ പറഞ്ഞത് നമുക്ക് വെസ്റ്റേൺ ഫുഡ് കൊണ്ടുവരാം. എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. ഇതുള്ളൂ. ഇത് ഇത് എല്ലാവർക്കും ഒരു ഇൻഫർമേഷൻ വേണ്ടിയിട്ടാണ്. ഇത് വെസ്റ്റേൺ ഫുഡ് ഹീറ്റ് ചെയ്യാം നമുക്ക്. ചീസ് കേക്ക് നല്ല കേട്ടോ. അത് നല്ലതാണ്. ഓൾറെഡി ലഞ്ചും കഴിച്ചു, ടിമ്മിന്നും വെൻഡീസിന്നൊക്കെ കഴിച്ചുകൊണ്ട് വയറ് ഫുള്ളായിരുന്നു. അങ്ങനെ സ്ട്രോബെറി യോഗേർട്ട് ഐക്കിന്ന് മേടിച്ചു.
ഇവിടേക്ക് ഇപ്പം മൊത്തം ക്രിസ്മസ് തീമായിട്ട് ഇരിക്കുകയാണ്. ക്രിസ്മസിൽ ഐക്യയിൽ അറിയാലോ, ഐക്യയിൽ എന്തായാലും അതിൻ്റെ തീം അനുസരിച്ച് ഓരോന്നൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ ഫോട്ടോ ബൂത്തൊക്കെ വെച്ചിട്ടുണ്ട് ഐക്യയിൽ. ഇനി ഞാൻ തിരിച്ച് ടിമ്മി പോവാണ്. ടിമ്മിൽ എന്നെ നിമ്പി പിക്ക് ചെയ്യാൻ വരും. നിമ്പിയുടെ ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞു. ഇതാരാണിത്? ഇപ്പൊ എന്നെ നിമ്പി ടിമ്മിന്ന് പിക്ക് ചെയ്യാണ്. നമ്മളിപ്പോ ജോർജിന്റെ വീട്ടിൽ പോവാ. ഇന്ന് ഫ്രൈഡേ ഫണ്ട്. ഇന്ന് ഫ്രൈഡേ വീക്കെൻഡ് മൂഡിലാണ്. ഇന്ന് ഫണ്ണാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ജോർജിന്റെ വീട്ടിൽ പോവാന്നൊക്കെയാണ്. ഇന്ന് നമുക്ക് അവിടെ ഡിന്നർ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സൊക്കെ കൂടി. അപ്പൊ അങ്ങോട്ട് പോവാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നമ്മൾ ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് എത്തി. അപ്പൊ എല്ലാരും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.